രണ്ടാം പിണറായി സർക്കാരിന് കോൺഗ്രസിൻ്റെ യുവത്വത്തിൻ്റെ ഈ കൊടുങ്കാറ്റിനെ തടുക്കാനാകുമോ? LDFിനെ ചുഴറ്റിയടിച്ച് കടപുഴക്കാൻ ശേഷിയുള്ള യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെയും നേതൃത്വം കേരളം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ നേതൃത്വമായി മാറി. അത് പിണറായി സർക്കാരിന് തലവേദന വർദ്ധിപ്പിച്ചു. ഭരണപരാജയത്തിൻ്റെയും അതിലൂടെ LDFിൻ്റെ തകർച്ചയുടെയും സീമകൾ കടന്നു നിൽക്കുന്ന സർക്കാരിൻ്റെ വികസന മുരടിപ്പും അഴിമതിയും സാധാരണ ജനങ്ങളുടെ ജീവിതം ദുർഘടമാക്കുന്നതുമായ ഈ ഭരണത്തെ തുറന്നു കാട്ടാൻ യൂത്ത് കോൺഗ്രസ് എന്നും മുന്നിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴിതാ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ഇടപെടലുകളുടെ അനിവാര്യത മുന്നിൽ കണ്ട് ഒരു പുതിയ നീക്കത്തിന് കൂടി തുടക്കം കുറിക്കുകയാണ് യൂത്ത് കോൺഗ്രസും. കഴിഞ്ഞ നാളുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ സർക്കാരിനെതിരെ അലയടിച്ചുയരുന്ന അനേകം സമരങ്ങൾക്ക് മുന്നിൽ സർക്കാർ ആകെ അടിപതറുന്നത് കേരള ജനത കണ്ടതുമാണ്. നിലവിൽ പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് പോലെ BJPയുടെ ശക്തി കേന്ദ്രമായ മണ്ഡലത്തിൽ കന്നി അംഗത്തിൽ തന്നെ 20,000-ൽ പരം ഭൂരിപക്ഷത്തിന് വിജയിച്ച് കസറുകയായിരുന്നു. തൊട്ടു മുൻപുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചു കയറിയ ഷാഫി പറമ്പിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പ്രചരണത്തിനിറങ്ങിയതോടെ കേരളത്തിൽ യുവത്വത്തിന് രാഷ്ട്രീയ തീപിടുത്തമുണ്ടായി. ആ തീ പഴയ തലമുറയിലേക്കും പടർന്ന് കത്തിക്കയറി. അത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയും ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള യുവതയ്ക്ക് വേണ്ടിയും ചോരയെ തിളപ്പിക്കുകയായിരുന്നു. യുവത്വത്തിനെ എന്നും ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന കേരള ജനത LDFിൻ്റെ തത്വദീക്ഷതയില്ലാത്ത ഒരു യുവത്വത്തിനെ എന്നും തള്ളി മാറ്റിയിട്ടുണ്ട്. ഭരണത്തിൻ്റെ അപ്രമാദിത്വത്തിൽ അഹങ്കാരവും ഗർവും കൊണ്ട് മുഷ്കുകാട്ടി ജനസേവനം ചെയ്യുന്ന ഇടതുപക്ഷത്തിൻ്റെ യുവജന സംഘടനകളെക്കാൾ ജനമെന്നും പ്രോത്സാഹിപ്പിക്കുന്നത് ആക്രമണോത്സുകത ഇല്ലാത്ത യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാടുകളെയാണ്. ജനങ്ങൾക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസ് മുന്നിട്ടിറങ്ങിയ സമര പോരാട്ടങ്ങളിൽ സർക്കാർ പോലീസിനെ നിരത്തിലിറക്കി യുവജനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോഴൊക്കെ 10 മടങ്ങ് വീറോടെ വാശിയോടെ പ്രതിരോധിച്ചു നിന്ന യുവജനതയുടെ മുൻനിരയിൽ തന്നെ ഒരു മഹാമേരു പോലെ രാഹുൽ മാങ്കൂട്ടവും അബിൻ വർക്കിയും ഉണ്ടായിരുന്നു. ലാത്തിക്കും തോക്കിനും കണ്ണീർവാതകത്തിനും ജലപീരങ്കിക്കും മുന്നിൽ അടിപ്പതറാതെ യുദ്ധകാഹളം മുഴക്കി സർക്കാരിനെതിരെ ആക്രോശിച്ച കോൺഗ്രസിൻ്റെ യുവത്വത്തിൻ്റെ ക്രൗര്യത്തെ തടുക്കാൻ കഴിയാതെ സർക്കാർ വിറങ്ങലിച്ചു പോയതും അവസാനം യുവതയ്ക്ക് മുന്നിൽ മുട്ടുമടക്കിയതുമൊക്കെ യുവ നേതൃത്വത്തിൻ്റെ വിജയം തന്നെയായിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ മുൻനിരയിൽ നിന്ന് പാർട്ടിയെ നയിക്കുക എന്നത് MLA ആയിരിക്കുന്ന രാഹുലിനെ സംബന്ധിച്ച് ഒരല്പം പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന് വേണം കരുതാൻ. മണ്ഡലത്തിൽ പരക്കെ ഓടി നടന്ന് വികസന പ്രവർത്തനത്തിലും ജനസമ്പർക്കത്തിലും മുഴുകി പ്രവർത്തകരെ സജ്ജരാക്കാൻ മുന്നിട്ടിറങ്ങുമ്പോൾ അത് MLA ആയിരിക്കെ പൂർണ്ണമായും നിറവേറ്റുക എന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ടാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസിന് ഒരു പുതിയ പ്രസിഡന്റ് എന്ന ചിന്തയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. സംഘടനയിൽ കരുത്തരും യോഗ്യരുമായ ഒട്ടനവധി യുവ നേതാക്കൾ ഉണ്ടെങ്കിലും നിലവിൽ നേതൃത്വത്തിനപ്പുറം മികവാർന്ന നേതൃത്വ പാടവം കാഴ്ചവെക്കുവാൻ കഴിവുള്ള കോൺഗ്രസ് യുവ നേതാവ് റിയാസ് മുക്കോളിയെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് കൊണ്ടോട്ടി സ്വദേശിയായ റിയാസ് മുക്കോളി. KSU യൂത്ത് കോൺഗ്രസ് എന്ന നിലയിൽ പാർട്ടിക്കുള്ളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിൽ നിന്നും മത്സരിച്ചു CPIയുടെ മുഹമ്മദ് മുക്സിനോട് പരാജയപ്പെട്ടു എങ്കിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പട്ടാമ്പിയിൽ നിന്നും റിയാസ് മുക്കോളിയെ മത്സരിപ്പിക്കുമെന്നാണ് ചർച്ചകൾ നടന്നു വരുന്നത്. ഇതും യൂത്ത് കോൺഗ്രസ് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് വരുന്നതിന് അനുകൂല ഘടകമാകും. കോൺഗ്രസിനും ഈ യുവനായകത്വം യൂത്ത് കോൺഗ്രസിനെ നയിക്കുന്നത് താല്പര്യമാണ്. കാരണം മുസ്ലിം വിഭാഗത്തിൽ നിന്നും ആരും ഇപ്പോൾ കോൺഗ്രസിൻ്റെ പോഷക സംഘടനാ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നില്ല. UDF സംസ്ഥാനത്ത് നിന്ന് MM ഹസനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഷാഫി പറമ്പിലും മാറിയതോടെ മുസ്ലിം വിഭാഗത്തിൻ്റെ പങ്കാളിത്തം കോൺഗ്രസിൻ്റെ നേതൃപദവികളിൽ കുറവാണ്. ഈ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്ത് മുസ്ലിം വിഭാഗത്തിലുള്ള ഒരാളെ പരിഗണിക്കുന്നത്. മികച്ച സംഘടനാ പ്രവർത്തകനും വിദ്യാസമ്പന്നനും
സമരോത്സുകനുമായ റിയോസ് മുക്കോളി സംസ്ഥാന യൂത്ത് കോൺഗ്രസിനെ നയിക്കാൻ എത്തുമെന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടം തുടങ്ങിവെച്ചത് പൂർത്തീകരിക്കാൻ പുതിയ തന്ത്രങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞു വരികയും സമര പോരാട്ടങ്ങളും പുതിയ തിരഞ്ഞെടുപ്പ് വിജയ തന്ത്രങ്ങളും പ്രതീക്ഷിക്കാം നമുക്ക്. ഇത്തരത്തിലുള്ള ഒരു പുനഃസംഘടന അടുത്ത കൊല്ലം നടക്കുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും UDFിനും പുതിയ ഊർജം നൽകുമെന്നാണ് കരുതുന്നത്. ഇതിനോടകം യുവജനങ്ങൾക്കും വനിതകൾക്കും സമുചിതമായ പ്രാതിനിധ്യം കോൺഗ്രസ് നൽകാനിരിക്കെ ഈ യുവ നേതൃത്വം മറ്റൊരു അനുകൂല ഘടകമാകുമെന്നാണ് കോൺഗ്രസ് പാർട്ടി നേതൃത്വം കാണുന്നത്. കോൺഗ്രസിൽ ഇത്തരം നൂതന അഴിച്ചുപണി അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോൾ ശക്തമായ ഒരു തിരിച്ചുവരവായിരിക്കും കോൺഗ്രസ് രാഷ്ട്രീയ കേരളത്തിൽ നടത്തുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.